KSRTC ബസ്സിലെ യാത്ര ആത്മഹത്യക്ക് തുല്യമാണ്. KSRTC ബസ് മൂലമുണ്ടാവുന്ന പരിക്കിലോ മരണത്തിലോ ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യർക്ക് 1 രൂപയെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുമോ? അങ്ങനെ ലഭിക്കണമെങ്കിൽ എന്തുമാത്രം പ്രതിസന്ധിയുണ്ട്. നമ്മുടെ നാട്ടിൽ സ്വകാര്യ വാഹനങ്ങൾ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറക്കിയാൽ MVD അടക്കം പിടിച്ച് ഭീകരമായ ഫൈൻ ഈടാക്കുമ്പോഴാണ് KSRTC ജനങ്ങളെ കബളിപ്പിക്കുന്നതും ജനങ്ങളെ പറ്റിക്കുന്നതും. ഈ വിഷയത്തിൽ 1 വർഷം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് ആം ആദ്മി നേതാവ് വ്യാജം പ്രചരിപ്പിക്കുന്നു, ജനങ്ങളെ പാനിക്കാക്കുന്നു എന്ന് പറഞ്ഞ് സാങ്കല്പികമായി എന്റെ മുഖം വക്രീകരിച്ച് മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടോട് കൂടി അതിനെ പ്രതിരോധിച്ചു. അന്ന് പറഞ്ഞത് ഒന്ന് കേട്ടുവരാം. കേരളത്തിലെ ഗതാഗത മന്ത്രി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല. മാത്രമല്ല ഇൻഷുറൻസ് എടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. സത്യത്തിൽ രാജിവെക്കണ്ടേ? KSRTC ബസ്സുകളെ സംബന്ധിച്ച് ഓരോ ബസ്സിനും പ്രത്യേകം ഇൻഷുറൻസ് ആവശ്യമില്ല. KSRTC ചെയ്യുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. ഏതെങ്കിലും KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഇൻഷുറൻസ് ക്ലെയിം നൽകേണ്ടി വരികയാണ് എങ്കിൽ കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നൽകും. KSRTC ബസ്സുകൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടോ? അങ്ങനെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന് ഫണ്ടുണ്ടോ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കൊടുത്ത അപേക്ഷയിൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. ഇങ്ങനെ ഗ്രൂപ്പ് ഇൻഷുറൻസും ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടിൽ പണവുമില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുമില്ല എന്നാ പറയുന്നത്. കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇതിന് മറുപടി പറയണം. കാലാകാലങ്ങളായി ഭരിച്ച് നമ്മൾ പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന KSRTC യാത്രയെ ഇത്രമാത്രം ഭീകരമാക്കി മാറ്റിയ ഈ നാട് ഭരിച്ചവർക്ക്, മുച്ചൂട് മുടിച്ചവർക്ക് ഇതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല.